വളരെ ശ്രദ്ധാർഹമായ ഒരു ഹദീസാണ്. തിന്മകൾക്കെതിരെ, തെറ്റുകൾക്കെതിരെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ, തിന്മകളെ എങ്ങനെ പ്രതിരോധിക്കണം, തെറ്റ് ചെയ്യുന്ന നമ്മുടെ മക്കളെ എങ്ങനെ അവരെ സംസ്കരിച്ചെടുക്കണം എന്നൊരു മനഃശാസ്ത്ര സമീപനമുള്ള ഒരു ഹദീസാണ് ഇന്ന് പറയുന്നത്. പൊതുവെ മനുഷ്യൻ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ പരസ്യപ്പെടുത്തി മനുഷ്യനെ അപമാനിച്ച് ആ തെറ്റ് സംഭവിച്ച ആളെ ജനങ്ങൾക്കിടയിലിട്ട് മാനം കെടുത്തി അയാൾ അഭിമാനം പിച്ചി ചീന്തുന്ന ഒരു അവസ്ഥയാണ്. വൈറലാകാനും ഈ തെറ്റ് നിരോധിക്കുന്ന ആള് വലിയ ഒരു സദാചാര ആളാണ് എന്ന് ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി വൈറലാകുന്ന രൂപമാണ് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം ആ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ആ ചെറുപ്പക്കാരൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ തെറ്റ് തിരുത്തുകയാണെങ്കിൽ ആ മനുഷ്യനെ എങ്ങനെ തിരുത്തി കൊടുക്കണം? നബിതങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു. അയാളെ മുടിയൊക്കെ ആകെ നീണ്ട് ആകെ വലിയ മുടിക്കെട്ട് പെരടിക്ക് താഴേക്ക് നീണ്ടിറങ്ങി, തുണിയൊക്കെ ഞെരിയാൾക്ക് താഴെ വലിച്ചിഴച്ച്, കണ്ടാൽ തന്നെ ഇസ്ലാമിക ലുക്ക് അല്ല. ആ ഒരു രൂപത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ നബിതങ്ങളുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ നബിതങ്ങൾ എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരനെ പറ്റി പറഞ്ഞു, നിഅ്മർ റജുലു ഖുറൈം, നല്ല ചെറുക്കനാണ്, നല്ല ചെക്കനാണ്. അങ്ങനെ മുടി നീട്ടി വളർത്തി എരപ്പാക്കിയ, അതല്ലെങ്കിൽ തുണിയൊക്കെ ഞെരിയാണിക്ക് താഴേക്കെടുത്ത് ഒരു ഇസ്ലാമിക രീതിക്കും ശൈലിക്കും യോജിക്കാത്ത രൂപത്തിൽ വേഷവിധാനങ്ങളുള്ള അയാളെ കൂട്ടിപ്പിടിച്ചിട്ട് നബിതങ്ങൾ പറയാണ്, നല്ല മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല. ലൗലാ തൂൽ ജുമ്മത്തി വ ഇസ്ബാൽ ഇസാരി, അവൻ്റെ ആ മുടി ഒന്നും കൂടി ശരിയാക്കുകയാണെങ്കിൽ, അതേപോലെ ആ തുണി ഞെരിയാണിക്ക് താഴെ വലിച്ചേക്കണ അതും കൂടി അവൻ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവും, വളരെ ഉഷാറായി. അതും കൂടി ഇല്ലെങ്കിൽ പറയും വേണ്ട, നല്ല ഉഷാറാണെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ ഉടനെ അയാൾ എന്ത് ചെയ്തു? ഇപ്പൊ പല കഥാലൊക്കെ കുറയുമാൻ നിബിധങ്ങൾ തന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹം അറിഞ്ഞു. കുറേ ആൾ ഉഷാറാണ്, നല്ല ചെക്കനാണ്, പക്ഷെ അവൻ്റെ മുടിയും ആ തുണി അതും കൂടി ഒന്ന് ലെവലാക്കിയാൽ ഒന്നും കൂടി ഉഷാറാവും എന്ന അർത്ഥത്തിൽ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഫഅഖദ ശുഫറത്തൻ, വേഗം ഇയാൾ എന്ത് ചെയ്തു? മനുഷ്യൻ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഫഖതഅ ബിഹാ ജുമ്മത്തഹു, അതൊക്കെ ആ നീണ്ട മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി ക്ലീനാക്കി ഒരു മാന്യമായ രൂപത്തിൽ ഹെയർ കട്ടിംഗ് ഒക്കെ നടത്തി. അങ്ങനെ വറഫഅ ഇസാറഹു ഇലാ അൻസാഫി സാഖൈഹി, തുണിയൊക്കെ നിലത്ത് കൂടെ വലിച്ചയക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ തുണിയൊക്കെ പൊന്തിച്ച് അവൻ്റെ വസ്ത്രവും അവൻ്റെ മുടിയൊക്കെ ഇസ്ലാമിക രീതിയിലും ശൈലിയിലൊക്കെ ആക്കി മാറ്റം വരുത്തി വന്നു. ഇത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ ആ മനുഷ്യനെ ജനങ്ങൾക്കിടയിലിട്ട് അവഹേളിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, ഇതൊന്നും അല്ല നബിതങ്ങൾ ചെയ്തത്. ആ മനുഷ്യൻ ഇല്ലാത്ത സന്ദർഭത്തിലും ആ മനുഷ്യനെ പറ്റി മോശമാക്കി പറഞ്ഞതുമില്ല. ആൾ ഉഷാറാണ്, ഓൻ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഉഷാറാവും, ഇതും കൂടി ഇല്ലെങ്കിൽ വളരെ ഉഷാറാവും എന്ന രൂപത്തിലൊരു സംസാരം. നിഅ്മർ റജുൽ എന്ന് പറഞ്ഞു, നിഅ്മ, അവൻ വളരെ ഉഷാറാണ്, ആള് വളരെ ഉഷാറാണ്, വളരെ ടോപ്പാണ്. അവൻ്റെ ആ മുടി കെട്ട് ഒഴിവാക്കിയാൽ, ആ തുണി ഞെരിയാനൊക്കെ താഴെ വലിച്ചേക്കണം ഒഴിവാക്കിയാൽ അവൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന അവസ്ഥയിൽ പറഞ്ഞു. പോസിറ്റീവായ വശത്തെ കണ്ടിട്ട് നെഗറ്റീവിൻ്റെ വശം കൂടെ മറച്ചു വെച്ച് ആ മനുഷ്യനെ ഒന്ന് പുകഴ്ത്തി അപ്രീഷിയേറ്റ് ചെയ്ത് ചേർത്ത് പിടിക്കുന്ന ഈ രീതിയും ഈ ശൈലിയുമാണ് ഇന്ന് രക്ഷിതാക്കളും മഹല്ലുകാരും ഉസ്താദുമാരൊക്കെ സ്വീകരിക്കേണ്ടത്. തെറ്റുവന്നു പോയൊരു മനുഷ്യൻ സാഹചര്യ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് അബദ്ധങ്ങൾ ഒരു പക്ഷേ വന്നു പോയേക്കാം. കൂട്ടുകെട്ടിൽപ്പെട്ട് ചിലപ്പോൾ കഞ്ചാവ്, അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുങ്ങനെ ടച്ച് ചെയ്ത് നോക്കുകയോ രുചി അറിയാനൊക്കെ അനുഭവിക്കാനൊക്കെ ഇറങ്ങി തിരിച്ചേക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ വന്നു പോയേക്കാം. അപ്പോഴേക്ക് അവരെ വലിച്ച് കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് അവരെ മാനം കെടുത്തി അങ്ങനല്ല ചെയ്യേണ്ടത്. അവരെ ചേർത്ത് പിടിച്ച് അത് ഉണർത്തിക്കൊടുത്ത് അവരെ സ്വീകരിക്കാനും അക്കമഡേറ്റ് ചെയ്യാനും തയ്യാറാവുക. ഇപ്പം നബിതങ്ങൾ ആ മനുഷ്യനോട് നേരിട്ട് ഈ അങ്ങനെ ചെയ്യും, മുടി വെട്ട്, തുണി നിര്യാനക്ക് താഴെ ഉള്ളത് ശരിയാക്കി എന്ന് പറഞ്ഞ് ശകാരിച്ചില്ലല്ലോ. ആ മനുഷ്യൻ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി ആ മനുഷ്യൻ്റെ മനസ്സ് മാറി. അദ്ദേഹം വേഗം പോയി മൂർച്ചുള്ള കത്തി എടുത്തിട്ട് എന്ത് ചെയ്തു? കത്തി എടുത്തിട്ട് ആ മുടിയൊക്കെ ലെവലാക്കി ശരിയായ രീതിയിൽ അത് കട്ട് ചെയ്തു, തുണിയൊക്കെ ഉയർത്തി ഉഷാറാക്കുകയും ചെയ്തു.
പക്ഷെ ഇന്നോ നിങ്ങളെപ്പെട്ട ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഞാൻ ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നു, അത് വൈറലാക്കുന്നു, ഗ്രൂപ്പിലേക്ക് ഇടുന്നു, നാട്ടിലിടുന്നു. ഇവരൊക്കെ ഇപ്പോൾ നമ്മളെ നേതാക്കന്മാർ എന്ന് നമ്മൾ കമൻ്റ് ഇടുന്നു. ഇവരൊക്കെയാണ് ഇപ്പോൾ നമ്മളെ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ഇപ്പോൾ വലിയ ആൾക്കാർ, ഇവരെ കഥ കണ്ടോ എന്ന് പറഞ്ഞ് അവരിലുണ്ടായ ഒരു തെറ്റ്, ഒരു അപാകത, അത് നമ്മൾ പരസ്യപ്പെടുത്തുന്ന രീതിയാണ്. ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മനഃശാസ്ത്രപരമായ സമീപനം ഈ ഹദീസിൽ കാണാം. തുണി നിര്യാണിക്ക് താഴെ വലിച്ചേക്കെ ചിലപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ പുതിയ തുണിയൊക്കെ എടുത്താൽ അത് നിര്യാണിക്ക് മുകളിലേക്ക് എടുക്കണം. ഞാൻ വലിയൊരാളാണ് എന്നൊരു അഹങ്കാരത്തിൻ്റെ രീതിയിലാണെങ്കിൽ ഇത് പക്ക ഹറാമാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ്, വയറിന് കുത്തേറ്റ് കുടൽമാല പോലും പുറത്തു ചാടി കിടക്കുന്ന അത്യാസന്ന നിലയിൽ കഴിയുമ്പോൾ, ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ, ഉമർ തങ്ങളുടെ ആ ഒരു നിർണായക ഘട്ടത്തിൽ പോലും തുണി ഞെരിയാണിക്ക് താഴെ താന്നു പോയ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഇർഫ ഇസാറക്ക് എന്നൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ തുണി ഞെരിയാണിക്ക് മുകളിലേക്ക് പൊക്കുക. കല്യാണ വീടുകളിൽ അല്ലെങ്കിൽ സദസ്സുകളിലൊക്കെ ആ വലിയ കരല്ല തുണി എടുത്തിട്ട് അത് ഇങ്ങനെ നിലത്തു കൂടെ ഞെരിയാണിക്ക് താഴേക്ക് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ അയക്കുക. അതൊരു മോശപ്പെട്ട രീതിയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അതൊരു സ്റ്റാറ്റസ് ആയി തോന്നും. അതൊരു സ്റ്റാറ്റസ് ആയിട്ട് ഇങ്ങനെ നിലത്തുകൂടെ വലിച്ചേക്കുക എന്നുള്ളത് സ്റ്റാറ്റസ് ആയിട്ട് അഭിമാനമായി തോന്നും. പക്ഷെ അത് അള്ളാഹു റസൂലും ഇഷ്ടപ്പെടാത്തതും അവർ വിലക്കിയതുമാണ്. അത് തെറ്റുമാണ്, വളരെ വലിയ തെറ്റാണെന്നർത്ഥം. അപ്പൊ ഇവിടെ ഈ ഒരു പണി ചെയ്ത ആ മനുഷ്യനോട് നേരിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറയാതെ അയാളെ സ്വീകരിച്ച് നന്നാക്കണമെങ്കിൽ ആ ഒരു ഉപദേശം കൊടുക്കുക. അപ്പൊ ആ നിലക്ക് സ്വീകരിച്ചു. നബിതങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തരോടും നബിതങ്ങൾ പല നിലക്കുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. ചില ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, ഇസ്ലാം വേറെ എന്താണ്? അപ്പൊ അത് ദേഷ്യം പിടിക്കാതിരിക്കാൻ, കാരണം ആ മനുഷ്യന് കൊടുക്കേണ്ട ഉപദേശമായിരിക്കും. ചില ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, ഏറ്റവും നല്ല പണി എന്താണ്? അപ്പൊ ആ നിസ്കാരം കറക്റ്റ് സമയത്ത് നിർവഹിക്കലാണ്. ആ സമയത്ത് ആ മനുഷ്യന് കൊടുക്കേണ്ടത് അതായിരിക്കും. ചില ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, ഏതാണ് ഏറ്റവും ഉഷാറ്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്, കാരണം ആ മനുഷ്യർക്ക് കൊടുക്കേണ്ട ഉപദേശം അതായിരിക്കും. ഓരോരുത്തരുടെയും വീക്ക്നെസ്സുകളും ഓരോരുത്തരുടെയും കുറവുകളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാൻ, ഉപദേശം കൊടുക്കാൻ. ഇന്നത്തെ ജനറേഷൻ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ രുചി, അവരുടെ രീതികളും കോലങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ദഅവത്ത് നടത്താൻ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. നല്ല തന്ത്രം കൊണ്ടും നല്ല സതുപദേശം കൊണ്ടും അള്ളാഹുവിലേക്ക് നീ ദഅവത്ത് ചെയ്യണം, ദഅവത്ത് നടത്തണം, പ്രബോധനം ചെയ്യണം. അപ്പോൾ ദഅവത്തിനൊരു രീതിയുണ്ട്, ദഅവത്തിനൊരു ശൈലിയുണ്ട്. അത് വിനയത്തിൻ്റെ ശൈലിയായിരിക്കണം, അത് താഴ്മയുടെ ശൈലിയായിരിക്കണം. വിധങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനും പറഞ്ഞു. അപ്പൊ ഈ സ്വഹാബി ഇതോടുകൂടെ തിരുത്തുകയും ആ മോശപ്പെട്ട സ്വഭാവമൊക്കെ അയാളുടെ ജീവിതത്തിൽ നിന്ന് തുരത്തുകയും ചെയ്തു. അതൊക്കെ കാരണം എന്താ? നബിതങ്ങളുടെ ആ പ്രയോഗമാണ്. ആൾ ഉഷാറാണ് എന്നുള്ള പ്രയോഗമാണ്. ഓനൊന്നിനും പറ്റൂല, എന്താ ഓൻ്റെ കോലം, ഓൻ തനി കൂതറയാണ്, അല്ലെങ്കിൽ തനി അങ്ങനെയാണ് എന്ന് പറഞ്ഞ് തള്ളുന്ന രീതിയാണ് പലപ്പോഴും നമ്മിൽ പല ആളുകളും സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ഈ ഹദീസ് നമ്മൾ അർത്ഥം വെക്കുക. ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് നബിതങ്ങളുടെ അടുത്ത് നബിനിൽ ഹംദലി എന്ന സ്വഹാബി പറയാണ്, ഇന്ന മനുഷ്യൻ, ആ മനുഷ്യൻ മുടിയൊക്കെ ആകെ നീട്ടി എരപ്പാക്കി തുണിയൊക്കെ ജെരിയാനൊക്കെ താഴെ എടുക്കുന്ന മനുഷ്യനെ പറ്റി നബിതങ്ങൾ പറഞ്ഞു, നിഅമർ ഹുറൈം. ഹുറൈം എന്ന് പറഞ്ഞ ആള് വളരെ ഉഷാറാ, പക്ഷേ അവൻ്റെ ആ മുടിയും ആ തുണിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഉഷാറായിരുന്നു എന്ന നിലക്ക് അയാളെ പോസിറ്റീവായി പറഞ്ഞപ്പോൾ ഹുറൈമൻ, അതാരോ ഹുറൈമിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തു, നിന്നെപ്പറ്റി നബിതങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേഗം അദ്ദേഹം ബാർബർ ഷോപ്പിൽ പോയി നടത്തും. അല്ലെങ്കിൽ അദ്ദേഹം ആ മുടി നീക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചെയ്തു. ഒരു കത്തിയൊക്കെ എടുത്തു, മുടി ശരിയാക്കുകയും തുണിയൊക്കെ ശരിയാക്കുകയും ചെയ്തു. ഇതിനാണ് ഹിക്മത്തോടു കൂടെയുള്ള ദഅവത്ത് എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിലാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ മൊബൈലിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരാരെങ്കിലുമൊക്കെ സംസാരിക്കണത് കാണുമ്പോൾ, ഈ അങ്ങനെയാണ്, ഈ ചെറുപ്പത്തിൽ അങ്ങനത്തെ ആരാണ്, പഴച്ചവളാണ്, അല്ലെങ്കിൽ പഴച്ചവനാണ്, നാടിനെയും കുടുംബത്തെയും മാതാപിതാക്കളെയും പറയിപ്പിച്ചു, അങ്ങ് അവിഹിതമുണ്ട്, അതുണ്ട് എന്ന് അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. മനസ്സ് വേദനിക്കുകയും വ്രണപ്പെടുകയും ചെയ്ത് ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ എന്ന് നിൽക്കി പിന്നെ അവരുടെ കണ്ടിറങ്ങും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം ഈ ഹിക്മത്താണ്. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.